നമ്മളിപ്പോൾ നിൽക്കുന്നത് താലൂക്ക് ആശുപത്രി, താലൂക്ക് ആസ്ഥാന ആശുപത്രിയാണ് വടക്കൻ പറവൂരിൽ. ഇവിടെയുള്ള ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ജനപ്രതിനിധികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ള ആവശ്യം പലപ്പോഴും പല മണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ജാഗ്രതയോടെ, കരുതലോടെ നിങ്ങളുടെ ആരോഗ്യത്തിനായി എന്നൊക്കെ എഴുതി വെക്കുന്നതിനൊപ്പം തന്നെ ഈ പദ്ധതികളുടെയൊക്കെ പ്രയോജനം അത് കൃത്യമായി കിട്ടുന്നുണ്ടോ, എത്ര തിരക്കാണ് ഓരോ സ്ഥലത്തും അനുഭവപ്പെടുന്നത്, അതൊക്കെ പ്രേക്ഷകർക്ക് നേരിട്ടൊന്ന് കാണാം. ഇവിടെ ഇപ്പോൾ കാത്തിരിക്കുന്നവരെ നമുക്ക് കാണാം. OP ചീട്ട് കൊടുക്കുന്ന സ്ഥലത്തും നീണ്ട ക്യൂ ആണ്. രാവിലെ മുതൽ തന്നെ ക്യൂ നിൽക്കണം. അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം മാറ്റം വരേണ്ടതുണ്ട്. ഈ ആശുപത്രിയിലാണോ സ്ഥിരമായിട്ട് വരാറുള്ളത്? അതെ. എങ്ങനെയാണ് ഇവിടുത്തെ സേവനങ്ങളൊക്കെ? വളരെ നല്ല സേവനങ്ങളാണ്. ഈ എന്താണ് ഇവിടെ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഈ ആശുപത്രിയിൽ? പേഷ്യൻസിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് കുറച്ചും കൂടെ ഒക്കെ മെച്ചപ്പെടാൻ. ബിൽഡിംഗ് ഒക്കെ പഴയ ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ഒക്കെ അതായത് ബിൽഡിംഗിൽ പല ഓടൊക്കെ പൊട്ടിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെ അതെ അതെ. അതൊക്കെ ഒന്ന് നന്നാക്കിയാൽ നന്നായിരിക്കും ഗവൺമെന്റ് ഇടപെട്ടിട്ട്. ഇവിടെയാണോ സ്ഥിരം വരാറുള്ളത്? സ്ഥിരം വരാറുണ്ട്. ആണ്. ഇവിടെ ഇനിയിപ്പോ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടോ? മെച്ചപ്പെടുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറമൊക്കെ മെച്ചപ്പെട്ട് ഇങ്ങോട്ടൂടെ മെച്ചപ്പെടണം. ഈ പഴയ കെട്ടിടം മെച്ചപ്പെട്ടിട്ടില്ല. ഈ പഴയ കെട്ടിടം മാറ്റുമെന്നൊക്കെ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് നടപ്പായില്ല ഇതുവരെ. അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. മാറ്റുമെന്നൊക്കെ പറയുന്നതുള്ളൂ. ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നതിന്റെ ഓടൊക്കെ ചെറുതായിട്ട് പലയിടത്തൊക്കെ പൊട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾ, നമ്മുടെ ഈ വരാന്തയിലൊക്കെ കിടപ്പ് രോഗികളൊക്കെ ഒക്കെ ഓട് പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, മെയിനായിട്ട് ഇവിടെ രാവിലെ 8 മണിക്കാണ് OP സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ഡോക്ടർമാർ ഇരിക്കുമ്പോൾ 9-9:30 ആവും. അപ്പൊ അതിനൊരു മാറ്റം എന്തായാലും വരണം. 10 മണിയാവും. കുറെ നേരം കാത്തിരിക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഒത്തിരി നേരം വയ്യാത്ത ആളുകളൊക്കെ ഒത്തിരി നേരം കാത്തിരിക്കേണ്ടി വരാറുണ്ട് ഇവിടെ. ഒത്തിരി സമയം. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടും കുറെ കാലമായി. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടി നമ്മുടെ ഈ വാർത്തായാത്രക്കിടയിൽ നമുക്ക് പറഞ്ഞു പോകാം.